അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശരണ്യ റോൾസൺ. ഞാൻ കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് ചർച്ച് ഇടവകമാണ്. ഞാൻ പ്രസൻ്റ്ലി ഇപ്പോൾ ജർമ്മനിയിലാണുള്ളത്. 2019 മുതലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് എൻ്റെ അമ്മ വഴിയാണ്. അന്ന് മുതലേ ഞാൻ വിശ്വാസത്തോടു കൂടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ജർമ്മനിയിലേക്ക് എനിക്ക് ഒരു തടസ്സവും കൂടാതെ പോകാനായിട്ട് സാധിച്ചിരുന്നു. എല്ലാവരും എൻ്റെ ഏജൻസിയിലുള്ളവർ 2, 3, 4 ലക്ഷം രൂപ കൊടുത്തു പോയപ്പോൾ എനിക്ക് വെറും 75,000 രൂപയെ കൊടുക്കേണ്ടതായിട്ട് എൻ്റെ ഏജൻസിക്ക് വന്നുള്ളൂ. അത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ വഴിയായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചത്. മാതാവ് വഴി ഈശോ എനിക്ക് തന്നത്. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. അടുത്തത് ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് 26/6/2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോയത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫാമിലി വിസയ്ക്ക് വെക്കുന്ന സമയത്ത് സെപ്റ്റംബർ ലാസ്റ്റോടു കൂടി ഞാൻ എൻ്റെ ഫാമിലി വിസയ്ക്ക് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ആ സമയത്ത് ഞാനൊരു ഏജൻസീനെ സമീപിച്ച് ഡേറ്റിന് അപ്ലൈ ചെയ്തു. ഡേറ്റ് എനിക്ക് ഏജൻസി പറഞ്ഞത് ഒക്ടോബർ 4 ഒക്ടോബർ 7 ഇത് ഈ 2 ഡേറ്റാണ് എനിക്ക് ഏജൻസി പറഞ്ഞത്. ഇതിൽ ഞാൻ ഒക്ടോബർ 7 എടുത്തത്. കാരണം മാതാവ് പ്രതീക്ഷപ്പെട്ടത് ഇവിടെ ഒരു 7 ആയതുകൊണ്ട് ഞാൻ 7 എന്ന് പറയുന്ന ഡേറ്റ് വളരെ വിശ്വാസത്തോടു കൂടി ഞാൻ എടുത്തു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാനപ്പോൾ ഒക്ടോബർ മാസം ഞാൻ മാതാവിൻ്റെ കൊന്തമാസം ആയതുകൊണ്ട് ഞാൻ മാതാവിനോട് വാക്ക് കൊടുത്തു. മാതാവേ, നല്ല ആത്മാർത്ഥതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചോളാം. ഒരുപാട് പേർക്ക് ഫാമിലി വിസയ്ക്ക് ജർമ്മനിയിൽ വെച്ചിട്ട് ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ മാതാവിനോടുള്ള ഈ വിശ്വാസത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒക്ടോബർ 7 എൻ്റെ വിസയ്ക്ക് വെക്കാനായിട്ടുള്ള പേപ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ സാലറി സ്ലിപ്പുകൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എന്നുള്ളത്. അപ്പം ഞാൻ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് വെക്കേണ്ട പേ സ്ലിപ്പുകളെല്ലാം തന്നെ എൻ്റെ പഴയ ഹോസ്പിറ്റലിലെയാണ്. അപ്പം ഞാൻ ആകെ ടെൻഷനായി. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഞാനിനി എന്താ ചെയ്യുക. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം എനിക്കെൻ്റെ വീട്ടിലെല്ലാവരോടും പറയാൻ പേടിയായിരുന്നു. കാരണം ആരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് എല്ലാവരും ദേഷ്യപ്പെടും. അപ്പോൾ എനിക്കത് ടെൻഷനായിട്ട് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി, നിന്നോട് ചോദിച്ചിട്ട് ഞാൻ ഡേറ്റ് എടുത്തത്. ഞാൻ നിൻ്റെ ഉടമ്പടിയിലാണ്. അപ്പോൾ എനിക്ക് ഓരോന്നും വഴി കാണിച്ച് നടത്തി തരേണ്ടത് മാതാവ് തന്നെയാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒക്ടോബർ 1 ഞാൻ എൻ്റെ പഴയ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അന്ന എന്ന് പറയുന്ന ഒരു മേഡമാണ് ഫോൺ എടുത്തത്. മേഡം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഇന്ന നാളിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തതാണ്. എനിക്കപ്പോൾ ഫാമിലി വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇന്ന സ്ലിപ്പുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേ സ്ലിപ്പുകളുടെ കേസിൽ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, ശരണ്യ, നമുക്ക് പേ സ്ലിപ്പുകൾ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നീ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നതോടുകൂടി നിൻ്റെ ഇവിടുത്തെ ജോബ് ID വന്നിട്ട് ലോക്കായി പോവുകയാണ്. പിന്നെ അത് ആർക്കും തന്നെ തുറക്കാൻ പറ്റില്ല. അപ്പോൾ പേ സ്ലിപ്പ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നിൻ്റെ ടാക്സിൻ്റെ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ, എന്നാൽ അതെങ്കിൽ അത്. അപ്പം ഞാൻ മാതാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മാതാവിൻ്റെ കണ്ണിലേക്ക് നോക്കി, ഉണ്ണീശോൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് എൻ്റെ റൂമിൽ പ്രയർ ചെയ്യുന്നത്. ഒരു ഹോളി ഫാമിലിയുടെ രൂപമാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ ഉണ്ണീശോൻ്റെ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ജർമ്മൻ എത്രത്തോളം എനിക്കറിയാമെന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് ഫോണിൽ കൂടെ സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പം ഞാൻ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ ചെവിടിൻ്റെ 2 സൈഡിലും നെറ്റിയിലും കുരിശടയാളം വരച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ഇവരെ വിളിക്കുന്നത് തന്നെ.
അപ്പോൾ ഇവർ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി, നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സാധാരണ നമുക്ക് ജർമ്മനിയിലുള്ളവർക്കറിയാം, നമ്മൾ ചെന്ന് എന്തായാലും ഒരു 2-3 വർഷം നമ്മൾക്ക് അവർ പറയുന്നതെന്ന് ഒരു 75% നമുക്ക് മനസ്സിലായാൽ നമ്മൾ ലക്കിയാണെന്ന് പറയാം. അപ്പം എനിക്ക് അന്ന് അവർ സംസാരിച്ച എല്ലാം തന്നെ മനസ്സിലായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് മെയിൽ ID പറഞ്ഞു. ഞാൻ ആ മെയിൽ ID എഴുതിയെടുത്തു. ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റ് അവർക്ക് സെൻഡ് ചെയ്തിട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവർക്ക് എൻ്റെ മെയിൽ ID കറക്റ്റായിട്ടാണോ എൻ്റെ അഡ്രസ്സ് കിട്ടിയെന്ന് അറിയാൻ ഇവരെ വിളിച്ചിട്ട് ഇവരെൻ്റെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. കാരണം ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്കന്ന് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോയത്. ഡ്യൂട്ടിയുടെ ഇടയിലും ഞാൻ മാതാവിനോട്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊന്ത ചെല്ലാനായിട്ട് പറ്റില്ല. കാരണം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ അത് കണ്ടിന്യൂറ്റി കിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും നന്മ നിറഞ്ഞ മറിയവും വിശ്വാസ പ്രമാണവും എനിക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും, മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇവരോട് ഫോൺ ചെയ്തപ്പോൾ ഇവരെന്നോട് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ശരണ്യ, ടാക്സിൻ്റെ പേപ്പർ നിനക്ക് തരാൻ പറ്റുള്ളൂ, ഇന്നിപ്പോൾ നീ വിളിക്കുന്നത്, ഞാൻ വിളിച്ചത് ഒരു 11:30 ആയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇന്നിപ്പോൾ ഓൾറെഡി പോസ്റ്റ്മാൻ വന്നിട്ട് എല്ലാ പേപ്പേഴ്സും എടുത്തുകൊണ്ട് പോയി, പോസ്റ്റ് സെൻഡ് ചെയ്യേണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇന്നിപ്പോൾ നിനക്ക് ഞങ്ങൾ ആ പേപ്പർ, ടാക്സിൻ്റെ പേപ്പർ കളക്ട് ചെയ്ത് ഇന്ന് മെയിൽ ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നിനക്ക് അവിടെ അത് റിസീവ് ആകാൻ 4-ാം തീയതിയാണ്. കാരണം 3-ാം തീയതി അവിടെ ജർമ്മനിയിൽ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാനത് മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും എനിക്കൊരു മനസ്സമാധാനം ഇല്ലായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എത്ര രാത്രിയായാലും ഞാൻ കൊന്ത എത്തിക്കാതെ ഞാൻ കിടക്കത്തില്ല. അപ്പം ഞാനന്ന് കൊന്ത എത്തിച്ച് എൻ്റെ പേഴ്സണൽ പ്രയർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ, നിന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പലരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഇവിടുത്തെ ഒരു സാക്ഷ്യം ഞാൻ മുടങ്ങാതെ കേൾക്കും. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, പല അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ നീ എന്താ അത്ഭുതം പ്രവർത്തിക്കുക എനിക്ക് വേണ്ടിയെന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടാണ്, കരഞ്ഞിട്ടാണ് ഞാൻ അന്ന് കിടന്നുറങ്ങുന്നത്. സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കൊന്ത വയ്ക്കും, ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം ലൈവ് വെച്ച് അങ്ങനെ ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. അന്ന് എനിക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റി. സാധാരണ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ പാതിരാത്രി ആയാലും വെളുപ്പിനായാലും ഈ കാര്യം ഇങ്ങനെ ആലോചിച്ച് കിടക്കാറാണ് പതിവ്. പക്ഷെ അന്ന് എന്നെ പെട്ടെന്ന് മാതാവ് ഉറക്കി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. 3 മണിക്ക് എൻ്റെ വെളുപ്പിനത്തെ കരുണ ജപമാലയും അതുപോലെ എൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ എന്നോട് പറയാണ്, അത് മാതാവാണെന്ന് എനിക്കപ്പം മനസ്സിലായില്ല. എനിക്ക് ഫസ്റ്റ് അനുഭവമായിരുന്നു അത്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ പോസ്റ്റ് ബോക്സ് പോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ അപ്പം മനസ്സിലായില്ല. ഞാൻ കരുതി എപ്പോഴും ഞാനിത് പിന്നെ ആലോചിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നതാവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കുർബാനയും ഓൺലൈനിൽ ഞാൻ കുർബാനയൊക്കെ കൂടി ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അന്ന് പതിവ് പോലെ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും എന്നോട് പറയാണ്, നിൻ്റെ അടുത്ത് പോസ്റ്റ് ബോക്സ് നോക്കാനാണ് പറയണേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ പോസ്റ്റ് ബോക്സ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ ഒരു എൻവലപ്പ് കവറാണ്. അപ്പം അതിൻ്റെ കളർ എനിക്ക് കാണുമ്പോൾ അറിയാം അതൊക്കെ കിടക്കുന്നത്. അത് എടുത്ത വഴി എൻ്റെ മനസ്സിൽ പറയാണ്, നീ വലിയൊരു അത്ഭുതം കാണുമെന്ന്. ഞാനത് എടുത്ത് പൊട്ടിച്ച് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ മുതലുള്ള എല്ലാ പേ സ്ലിപ്പുകളും എൻ്റെ ടാക്സിൻ്റെ പേപ്പറുമാണ് അതിനകത്ത് വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ എൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് എന്നോട് പറഞ്ഞതാണ്, ശരണ്യ, ഓൾറെഡി പോസ്റ്റ്മാൻ എല്ലാം എടുത്തിട്ട് പോയി, നിനക്ക് ഇനി 2-ാം തീയതിയാണ് അവിടെ നിന്ന് അവർ എടുക്കത്തുള്ളൂ എല്ലാ പോസ്റ്റുകളും, 3-ാം തീയതി ഹോളിഡേ ആണ്, 4-ാം തീയതിയാണ് ഇനി നിനക്കത് കിട്ടത്തുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അപ്പോൾ വേറെ ആർക്കും എൻ്റെ എടുക്കാൻ പറ്റാത്ത പേ സ്ലിപ്പ് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എനിക്ക് എടുത്ത് തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അന്ന് മുതൽ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ഈ സാക്ഷ്യം പറയും. അപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, റൂമിൽ തൊട്ടപ്പുറം ഇപ്പുറയുള്ള ചേച്ചിമാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് വലിയൊരു അത്ഭുതമുണ്ട്, മാതാവ് എൻ്റെ പോസ്റ്റ്മാനായി. എല്ലാവർക്കും പല രീതിയിലാണ് ഇവിടെ പറയുന്നത് കേൾക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് മാതാവ് എൻ്റെ പോസ്റ്റ്മാനായിട്ട് വന്നു എന്നുള്ള ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് എന്നും കൊന്ത ചൊല്ലുമ്പോൾ ഞാൻ ഈ സാക്ഷി ഇങ്ങനെ പറയും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, മാതാവ്, എനിക്കിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് വർത്താനം പറയാൻ പേടിയുള്ള ഒരാളാണ്, ഈ സാക്ഷ്യം എനിക്ക് അവിടെ വന്ന് നിന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് ഒക്ടോബർ 7 സബ്മിറ്റ് ചെയ്തു. ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. പേഴ്സണൽ പ്രെയർ ഞാൻ അത്രയധികം ആത്മാർത്ഥമായിട്ട് ചെയ്യുമായിരുന്നു. ഞാൻ മുട്ടേ കുത്തി നിന്നിട്ടേ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന കൂടത്തുള്ളൂ. അത് ഞാൻ മുന്നേ കേട്ടിട്ടുള്ളൊരു സാക്ഷ്യമാണ് ഒരു ആൻറ്റി പറയുന്നത്. ആ ആൻറ്റിക്ക് ഇതുപോലെ പ്രത്യേകമായിട്ടൊരു അത്യാവശ്യം വന്നപ്പോൾ ആ ആൻറ്റി മുട്ടയെ കുത്തി നിന്ന് ആ ഉടമ്പടി ധ്യാനം മൊത്തം കൂടിക്കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ കാര്യം നടന്നത്. അപ്പം ഞാനും അതുപോലെ അന്ന് മുതൽ മുട്ടയെ കുത്തി നിന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കൂടാൻ തുടങ്ങി. അത് കൂടിക്കഴിയുമ്പോൾ എനിക്ക് ഓരോരോ നല്ല വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പം എനിക്ക് ത്രില്ലായി തുടങ്ങി. അത് ചെയ്യാനായിട്ടുള്ള എനർജിയും എനിക്ക് കൂടി തുടങ്ങി. അപ്പം ഞാൻ അച്ഛൻ്റെ എന്ത് പ്രയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് അപ്പം തന്നെ ലൈവായിട്ട് കൂടണം. ഉടമ്പടി ധ്യാനം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെന്നുണ്ട്. എനിക്ക് ചൊവ്വാഴ്ച മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് സങ്കടമാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുന്നത്. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആണ്. പക്ഷേ എനിക്ക് ചൊവ്വാഴ്ച ദിവസം വന്നിട്ട് ഈവനിങ് ഡ്യൂട്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് സങ്കടമാണ്, ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ടേ ഉടമ്പടി ധ്യാനം കൂടാറുള്ളൂ. അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് ഉത്തരവായിട്ട് അച്ഛനെ എനിക്ക് അപ്പം തന്നെ അച്ഛൻ്റെ ടോക്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരും മാതാവ്. അതെനിക്ക് മനസ്സിലാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചാണ് ഞാൻ ഇവിടുത്തെ ഓരോ പ്രാർത്ഥനകളും കൂടാറ്. ഇവിടുത്തെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനകളായാലും ഞാൻ കൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. അങ്ങനെ ഞാൻ ഒക്ടോബർ 7 ഫാമിലി വിസയ്ക്ക് വെച്ചിട്ട് കഠിനമായിട്ട് ഞാൻ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ വേറെയും 2 ചേച്ചിമാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി ഞങ്ങളേലും മുമ്പ് വെച്ചതാണ്. ആ ചേച്ചിക്ക് വരാഞ്ഞിട്ട് ആ ചേച്ചി ഒത്തിരി സങ്കടത്തിലുമൊക്കെ ആയിരുന്നു, വിസ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വരുമ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ബാക്കി 2 ചേച്ചിമാർക്കും വരണം. കാരണം എൻ്റെ ഫാമിലി വരുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കുമോ അതുപോലെ തന്നെ അവരുടെയും ഫാമിലി വരുമ്പോൾ അവർ സന്തോഷിക്കും. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും ഒരുമിച്ചാണെങ്കിൽ അതെന്തൊരു സന്തോഷമായിരിക്കും എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഒക്ടോബർ 30 ഞങ്ങളുടെ 3 പേരുടെയും ഫാമിലി വിസ വന്നത് ഒരേ സമയത്താണ്. ഞങ്ങളുടെ 3 പേരുടെയും ഫാമിലി വിസ വന്നത്. എൻ്റെ വിസ എനിക്ക് ഉച്ചയ്ക്ക് തന്നെ അറിയാനായിട്ട് സാധിച്ചു. ഞാൻ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഇങ്ങനെ വിസ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കൂടെയുള്ള ചേച്ചി പറയാതെ ഇപ്പം എനിക്ക് ആകെ മൊത്തത്തിൽ ടെൻഷനായി. ദൈവമേ ചേച്ചിയുടെ നാവുകൊണ്ട് ചേച്ചിയായിട്ട് തന്നെ മാതാവ് എന്നോട് പറയിപ്പിക്കണം, ഞാൻ ചേച്ചിയോട് ചോദിക്കത്തില്ല എന്നും പറഞ്ഞ് ഞാൻ അന്ന് 3 മണിക്ക് കരുണക്കൊന്ത ഉച്ചക്കലത്തെ ചൊല്ലിക്കൊണ്ട് ഞാൻ മുട്ടയിൽ നിന്ന് നിവർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചും കൊണ്ട് പറഞ്ഞു, ചേച്ചി ഡ്യൂട്ടിക്കിടയിലായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശരണ്യ എനിക്കും ഫാമിലി വിസ കിട്ടി, നീ നിൻ്റെ വിളിച്ച് ചോദിക്കുന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെയും വിസ വന്നു ചേച്ചി, ഞാൻ മാതാവിൻ്റെയോട് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു. ചേച്ചി എന്നോട് പറയുന്നത് വരെ ഞാൻ എൻ്റെ ഇത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചേക്കായിരുന്നു. വേറൊന്നുകൊണ്ടല്ല, ചേച്ചിയുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ അത് വലിയൊരു അത്ഭുതമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നു. ഒക്ടോബർ 30 വിസ കിട്ടിയതാണെങ്കിലും ഞങ്ങൾ പോകുന്നത് ഡിസംബർ 3 കാരണം എനിക്ക് വെക്കേഷൻ അപ്രൂവായി കിട്ടിയത് ഈ നവംബർ 27 അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് അപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചിമാരുടെ ഫാമിലിയൊക്കെ വന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി അവരെല്ലാവരും ഒരുമിച്ച് വരും, അവരെല്ലാവരും കയറി വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ അവരെ കൊണ്ടുവരുള്ളൂ. കാരണം മുന്നോട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെ വേണം. എനിക്ക് എൻ്റെ ഭൗതിക കാര്യങ്ങൾ നടക്കുന്നതിലും എനിക്ക് എൻ്റെ ആത്മീയമായിട്ടാണ് ഞാൻ ഇനി മുന്നോട്ട് കാണുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാൻ വെച്ചിരിക്കുന്നതിലൊന്നും എൻ്റെ ഭൗതിക കാര്യങ്ങളല്ല, എല്ലാം ഞാൻ എൻ്റെ ഒരു 5ാമത്തെ കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള കാര്യം വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മീയമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ മാതാവ് അതെല്ലാം എന്നിലൂടെ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇനി എനിക്ക് വേണ്ടത്. അതുപോലെ ഒരു ദിവസം ഞാൻ ഈ വരുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പ് ഞാൻ ഒരു രോഗിനെ നോക്കിയത് കോവിഡ് രോഗിനെയായിരുന്നു. അത് അന്ന് കോവിഡ് ആണെന്ന് അറിയുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പാണ് ആ പേഷ്യൻറ്റ് കോവിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഭയങ്കര ചുമയുണ്ട്. അപ്പം അന്ന് രാത്രി ഞാൻ ചുമയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്നോടത്തുനിന്ന് എഴുന്നേറ്റിരുന്ന് ഞാൻ ചുമയ്ക്കും, അത്ര ചുമയായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് വേഗം കട്ടിലേന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിന്നോട് വാക്ക് തന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തത്. നിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ വന്ന് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാതെ ഞാൻ എൻ്റെ ഫാമിലീനെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ടിക്കറ്റ് വരെ എടുത്തു.
നീയാണ് ഇനി മുന്നോട്ടേക്ക് എനിക്കൊരു കുഴപ്പമില്ലാതെ എന്നെ നാട്ടിലെത്തിക്കേണ്ടതും സാക്ഷ്യം പറയിപ്പിക്കേണ്ടതും. അപ്പം ഞാൻ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി തൈലം ഒഴുകുന്നത് പോലെയാണ് തോന്നിയത്. എൻ്റെ ഇങ്ങനെ എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടമ്പടി തൈലം ഒഴുകുന്ന പോലെ തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വെളുപ്പിനത്തെ 3 മണിക്കാലത്തെ പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉടമ്പടി തൈലം അതെനിക്ക് വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നാവിൽ കീറ്റ് ഒഴിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും എൻ്റെ കുർബാനയും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്കല്ല അന്ന് എനിക്ക് ഇവരും ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തിരിയാൻ പോയി. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് മാതാവ് ഉള്ളിലിരുന്ന് പറയാണ്, ഷാരു നിൻ്റെ ചുമ മാറിയത് നീ അറിയണില്ലേന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഭയങ്കര സന്തോഷമായിട്ട്, ശരിയാണല്ലോ, അത്രയും നേരം ഞാൻ എൻ്റെ തൊണ്ട അതുപോലെ കീറി പൊട്ടുന്ന പോലെ ഞാൻ ചുമച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ ഓർത്തു, എവിടെ പോയി എൻ്റെ ചുമ? ഞാൻ പെട്ടെന്ന് തന്നെ മാതാവിൻ്റെയും ഈശോൻ്റെയും മുമ്പിൽ പോയി നിന്ന് മാതാവിന് ഈശോനെ ഒത്തിരി നന്ദി പറഞ്ഞു. അതും ഒരു സാക്ഷ്യ രൂപേണ ഞാൻ അപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതുപോലെ ഇവിടെ നിന്ന് പറയുന്നത് പോലെ എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ നിന്ന് ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാം. എൻ്റെ പേര് മുതൽ തുടങ്ങി എല്ലാം ഞാൻ പറയുമായിരുന്നു. അതുപോലെ വേറൊരു കാര്യം എനിക്കുണ്ടായത്, എൻ്റെ മേമയുടെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിട്ട് മേമയുടെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. അവൻ ഡെഫ് ആൻഡ് ഡെമ്മാണ്. അപ്പോൾ അത് കാരണം ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വേഗം എന്നെ വിളിച്ച് പറഞ്ഞതിന് അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ എന്നിട്ട് അപ്പം തന്നെ മുട്ടുകുത്തി കൊന്ത ചില്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞു 3 മണിന്ന് എനിക്ക് കാണിച്ചു തന്നു ഈവനിങ്. അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് മാതാവ് പറയുകയും ചെയ്തു, നീ ഇത് നിൻ്റെ അമ്മേനെ വിളിച്ച് പറയണമെന്ന്. ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു. അതുപോലെ 3 മണി വൈകിട്ടായപ്പോൾ അവൻ കയറി വന്നു. അവൻ തിരിച്ച് കയറി വന്നെങ്കിലും അവിടെ വഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അന്നത്തെ ദിവസം നീങ്ങിപ്പോയായിരുന്നു. പിന്നെ അതുപോലെ ഒരു കൊളീഗിൻ്റെ കൂടെ ഞാൻ വാർഡിൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ സഹായിക്കാൻ ചെന്ന സമയത്ത് ആ കൊളീഗ് ഭയങ്കര ദേഷ്യത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസവും അവൻ്റെ കൂടെ തന്നെ ഡ്യൂട്ടി ഇട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വേഗം പ്രാർത്ഥിക്കും. മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നാളെ ഡ്യൂട്ടിക്ക് വരത്തില്ല, ഞാൻ നാളെ എൻ്റെ അവധി വിളിച്ച് പറയും, ഞാൻ ലീവ് വിളിച്ച് പറയത്തേ ഉള്ളൂ, കാരണം എന്നെയും കൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നീ വന്ന് ഡ്യൂട്ടി ചെയ്യണം, എന്നെയും കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി. അന്ന് ഈവനിങ്ങിൽ എൻ്റെ പ്രയറിലും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റു. 3 മണിക്ക് പ്രയറത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി നീ ഡ്യൂട്ടി ചെയ്യുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ പോകുന്നതെന്ന്. അന്ന് അവിടെ ഡ്യൂട്ടിക്ക് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല എന്താണെന്ന്. അവൻ ഭയങ്കര സൈലൻ്റായിട്ട് നടക്കുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മെയിൻ ഇൻചാർജ് അന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ട്. അപ്പോൾ എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരെ കണ്ടപ്പോൾ ഞാൻ മാതാവിനെ കാണുന്നത് പോലെ എനിക്ക് ആ നേരത്ത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ പേഷ്യൻസിനോട് വർത്താനം പറഞ്ഞ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്നോട് ദേഷ്യപ്പെടുന്നത് ഇൻചാർജ് നേരിട്ട് അവരുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ച് ഇപ്പം ഞാൻ ചെന്ന് കംപ്ലൈൻറ്റ് പറയുന്നത് പോലെയല്ലല്ലോ ഒരാൾ നേരിട്ട് ഒരാളുടെ പ്രവൃത്തി കാണുന്നത്. അങ്ങനെ മാതാവ് കാണിച്ചു കൊടുത്തു. അവന് ലാസ്റ്റ് വാണിങ് കൊടുത്തു. അവൻ എൻ്റെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കോംപ്രമൈസായി. പിന്നെ അന്ന് ഡ്യൂട്ടി ഓക്കെ ആയിട്ട് പോയായിരുന്നു. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന അനുഭവങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ആയിട്ടെന്ന് പറഞ്ഞ് അങ്ങ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇരിക്കത്തില്ല. പ്രാർത്ഥിക്കും, എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ഉഴപ്പിയുള്ള പ്രയറൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാൻ വളരെ സ്ലോ ആയേ ഞാൻ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് അങ്ങനെ സോഷ്യൽ മീഡിയയിലല്ല ഞാനിപ്പോൾ നോക്കുന്നത്. യൂട്യൂബിലെ ഞാൻ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കാണുന്നത് യൂട്യൂബിലാണ്. ഞാനപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫ് ഇപ്പോൾ യൂട്യൂബിൽ അച്ഛൻ്റെ കൃപാസനത്തിലായിട്ട് ഞാനിപ്പോൾ ഒതുക്കി വെച്ചു. അങ്ങനെ എനിക്കതുപോലെ ഞാൻ ഒരു ദിവസം സാക്ഷ്യം കേട്ടുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓരോ ചേച്ചിമാരിങ്ങനെ പറയുമായിരുന്നു സുഗന്ധാഭിഷേകം കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം തന്നെ മാതാവിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എന്തോരം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാ, എനിക്ക് എന്നിട്ട് ഒരു സുഗന്ധാഭിഷേകവും ഇല്ല, എൻ്റെ മുന്നിൽ വരുന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ടായി എൻ്റെ ബെഡിൽ കയറി കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വലതുവശത്തോട്ട് തിരിഞ്ഞ് കിടന്നപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം.
ആദ്യം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ശക്തിയായിട്ടും ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിക്കും മുല്ലപ്പൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പറഞ്ഞ അപ്പം തന്നെ നീ വന്നു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഞാനൊരു ദിവസം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നും മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഞങ്ങളുടെ ചാപ്പലിൽ കയറി മാതാവിനോടും ഈശോനോടും പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും, ബാ നമുക്ക് ഒരുമിച്ച് പോയി ഡ്യൂട്ടി ചെയ്യാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെയും കൊണ്ടാണ് പോകുന്നത്. 2 വശത്തിന് 2 പേരെ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്കെല്ലാം പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പള്ളി ലോക്ക് ചെയ്ത് കിടക്കുക. രാവിലെ 5:30 ആയപ്പോൾ തുറന്നിട്ടില്ല, തുറക്കേണ്ട ആൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അതിൻ്റെ ലോക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോടും ഈശോനോടും പറഞ്ഞു, അയ്യോ എന്നാലും ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാതെ, നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാതെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട വരുമോ എന്നും പറഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ ചേഞ്ചിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ എൻ്റെ കൂടെ ഒത്തിരി കൊളീഗ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ഉണ്ട്. എനിക്ക് ഇനി ആരെങ്കിലും സ്പ്രേ അടിച്ചതാണോ എനിക്കറിയില്ലല്ലോ. എൻ്റെ റൂമിലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വിശ്വാസമായിരുന്നു. അപ്പം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ പാടില്ല തന്നെ ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും നല്ല ജാസ്മിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ വളരെ വൃത്തികെട്ട മണമോ വരുന്നത്, ഷൂവിൻ്റെയൊക്കെയാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ഉറപ്പായി. പെട്ടെന്ന് ഞാൻ മലയാളത്തിൽ, അവരെല്ലാവരും ജർമ്മൻസൊക്കെയാണ്, ഞാൻ മലയാളത്തിൽ പറഞ്ഞു, മാതാവി നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നീ എൻ്റെ കൂടെ വന്നു എന്ന് മനസ്സിലായി, എനിക്ക് സന്തോഷമായി, എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിൽ ഒത്തിരി വളരാൻ സാധിച്ചു. കാരുണ്യ പ്രവൃത്തികൾ അതുപോലെ ഞാൻ ചെയ്യാറുള്ളത്, ആദ്യം എൻ്റെ കയ്യിൽ പൈസ എൻ്റെ വീടിൻ്റെ എൻ്റെ ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുള്ളായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ആർക്കെങ്കിലും വയ്യാന്നൊക്കെ ഞാനിങ്ങനെ അമ്മ വഴി ഇങ്ങനെ അറിയുവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അവർക്ക് പൈസ ഇട്ട് കൊടുക്കും. എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഞാനപ്പം തന്നെ മാതാവിനോട് പറയും, മാതാവിനറിയാം എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന്, ഞാനവർക്ക് ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ മാതാവിനറിയാൻ നോക്കാനായിട്ട് ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ മാതാവിന് നോക്കാനറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറ്. ഇന്ന് വരെ പൈസയുടെ കാര്യത്തെടുത്തോളം ഒന്നും ഒരു മുട്ടും ദൈവം അനുഗ്രഹിച്ച് ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അതുപോലെ ഞാൻ ആരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ദൈവത്തെ പറ്റിയും ഈശോനെ പറ്റിയും മാതാവിനെ പറ്റിയും സംസാരിക്കും. ഞാൻ ഫ്ലൈറ്റിൽ വരുന്ന സമയത്തും ഞാൻ ആൻറ്റിമാരുടെ അടുത്തൊക്കെ ഇരുന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെ വിഷമങ്ങൾ പറയുമ്പോൾ, ആൻറ്റി അവിടെ പോയി ഉടമ്പടി എടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തർ എടുത്തുണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രാർത്ഥന ശരിയാവാഞ്ഞിട്ടാണ്. നിങ്ങൾ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഞാനും ഇത്രയും നല്ല പെർഫെക്റ്റ് ആളൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇപ്പം എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ആ ഒരു അച്ഛൻ പറയുന്ന പോലെ ആ ഒരു യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തിയതുകൊണ്ടാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു.